ഗതാഗത മേഖല അടിമുടി മാറുകയാണ്. പുതിയ സങ്കേതങ്ങൾ നിരവധിയാണ്. അവയെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുകയാണ് ഗതാഗത മേഖല. ദുബൈയിൽ സമാപിച്ച ITS സമ്മേളനത്തെക്കുറിച്ചാണ് ഇനി. 5G, എഡ്ജ് കമ്പ്യൂട്ടിംഗ്, ജനറേറ്റിംഗ് AI, മെഷീൻ ലേണിംഗ്, അടുത്തിടെ കേട്ടുപരിചയിച്ച നവീന സങ്കേതങ്ങൾ ഗതാഗത മേഖലയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഈ അന്വേഷണം കൂടിയായിരുന്നു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ സമാപിച്ച ഇന്റലിജൻസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് അന്താരാഷ്ട്ര കോൺഗ്രസ്. ഗതാഗത മേഖലയിലെ നെക്സ്റ്റ് ജനറേഷൻ പ്രശ്നപരിഹാരത്തിലേക്കുള്ള കാഴ്ചകളാണ് ഇനി. സാങ്കേതികവിദ്യയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് പൊതുഗതാഗത മേഖലയെ എങ്ങനെ അപകടമുക്തമാക്കാമെന്ന് കാണിച്ചു തരിക കൂടിയാണ് ITS കോൺഗ്രസ്. 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. എല്ലാവരും പ്രദർശിപ്പിച്ചത് ഗതാഗത മാർഗങ്ങളുടെ പുത്തൻ ആശയങ്ങൾ. ആഗോളതലത്തിൽ ദുബായ് എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നുവെന്ന പ്രദർശനം കാണിച്ചു തരുന്നതായി ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ സ്വീകരിക്കുന്നതിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് UAE-യിൽ നിന്ന് പാഠങ്ങളുണ്ടെന്നും അവർ നിരീക്ഷിക്കുന്നു. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായിരുന്നു. നല്ലൊരു എന്താ പറയുക, നമുക്ക് ടെക്നോളജിക്ക് അപ്ഡേറ്റ് നമ്മൾ ദുബായിൽ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് മാറുകയാണ്. ഇനി എയർ ടാക്സി പറഞ്ഞ സിസ്റ്റം ഒക്കെ വരികയാണ്. അപ്പോൾ ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. ഇപ്പോൾ ട്രാഫിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന കുറേ പ്രൊഡക്ട്സ് ഉണ്ട് ഇവിടെ. കുറേ ടീമുകൾ വന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്ന് എന്ത് ചെയ്യണം UAE തിരഞ്ഞെടുക്കാൻ തോന്നുന്നുണ്ട്. നമുക്കും അറിയില്ല. ഭയങ്കര ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഓരോന്നോരോന്ന് കാര്യമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ ഇത്രയും ട്രാഫിക്കായിട്ട് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ അതിനെ സിംപ്ലിഫൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ കുറേ ഡെമോസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ രാജ്യത്തും കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസാണ് ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയും. ഒരുപാട് ടീംസ് വന്നിട്ട് കാണിക്കുക, മീൻസ് എക്സ്പോ നടത്തുമ്പോൾ നമുക്ക് ഓരോ രാജ്യത്തിൻ്റെയും ഏരിയയിലുള്ള ടെക്നോളജീസിൻ്റെ ഐഡിയാസ് കിട്ടും. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ആയിരിക്കും ഓരോ കൗണ്ടറിലും കാണിച്ചു വെക്കുന്നത്. അപ്പോൾ ഓരോ മീൻസ് ഇപ്പോൾ ദുബായിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല അവർ, ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയുള്ള ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനീസ് വരെ ഇവിടെ എക്സ്പോയിലുണ്ട്. എക്സിബിഷനിൽ ഒരു മലയാളിയുടെ സംരംഭവും ശ്രദ്ധ പിടിച്ചുപറ്റി. പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാക്കി പുനർജീവിപ്പിക്കാമെന്ന ആശയവുമായി എത്തിയ സാക് ഫൈസലിന്റെ സ്റ്റാളാണ് ശ്രദ്ധ നേടിയത്. ദുബായ് ആസ്ഥാനമായ പീക്ക് മൊബിലിറ്റിയാണ് റീകാർ എന്ന ആശയത്തിന് പിന്നിൽ. റീകാർ 03 എന്നാണ് പീക്ക് മൊബിലിറ്റിയുടെ വാഹനങ്ങളുടെ പേര്. വീണ്ടും ഉപയോഗിക്കാവുന്ന കാർ എന്നു തന്നെ അർത്ഥം. ഒരു തവണ ചാർജ് ചെയ്താൽ റീകാറുകൾ 300 കിലോമീറ്റർ ഓടും. വണ്ടി അടിമുടി മാറ്റുന്നതുകൊണ്ട് തന്നെ പുത്തൻ ലുക്കിൽ തന്നെ റീകാർ ഓടിച്ചു പോകാം. അടുത്ത വർഷം 2ാം പാദത്തിൽ വാഹനങ്ങൾ നിരത്തിലെത്തിക്കാനാകുമെന്ന് സാക് ഫൈസൽ പറയുന്നു. The value of the product is we make electric cars, but we do it in a slightly different way. We repurpose existing vehicles and produce electric cars out of them. So it's 30% more affordable and 30% less carbon as well. എല്ലാ കൊല്ലവും RTA ഒരു 1000 കാണിക്കാനുള്ള കാർ ഡീകമ്മീഷൻ ചെയ്യും. അപ്പോൾ ഈ കാർസൊക്കെ സ്ക്രാപ്പ് യാർഡിലാണ് സാധാരണ പോകാൻ. അപ്പോൾ നമ്മളെ ഐഡിയ എന്ന് വെച്ചാൽ ഈ കാർസ് സ്ക്രാപ്പ് യാർഡിലല്ലാണ്ട് നമ്മൾ എടുത്തിട്ട് അതിനെ റീപർപ്പസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എൻജിൻ എടുത്ത് ബാറ്ററി ആക്കി നമ്മൾ EV ആക്കും ഈ കാറിന്. അതാണ് മെയിൻ കോൺസെപ്റ്റ്. വാഹന മേഖലയിൽ പുനരുപയോഗത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് റീകാറുകൾ. കാർബൺ വാതകങ്ങൾ പുറന്തള്ളുന്നത് നിയന്ത്രിച്ച് UAE ലക്ഷ്യം വയ്ക്കുന്ന നെറ്റ് സീറോ പദ്ധതികളോട് ചേർന്നു നിൽക്കുന്നതാണ് പീക്ക് മൊബിലിറ്റിയുടെ ഐഡിയ. The engine is recycled and we take it out, and that's why we have a collaboration with BIA, which is Sharjah government, part of the Sharjah government, and they recycle. ഗതാഗത സുരക്ഷ, സുസ്ഥിരത എന്നീ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് 30ാം ITS വേൾഡ് കോൺഗ്രസ് സമാപിച്ചത്. ദുബായ് ആദ്യമായാണ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്നത്. പാരിസ്ഥിതിക സുസ്ഥിരത കൂടി ഉറപ്പുവരുത്തുന്ന ഭാവി സങ്കേതങ്ങളാൽ സമ്പന്നമായിരുന്നു കോൺഗ്രസിലെ വിവിധ സെഷനുകൾ.